കുഞ്ഞുമോളെ കല്യാണല്ലേ കുഞ്ഞുമോളെ കല്യാണം ഡ്രസ് നോക്കുന്ന ഞങ്ങളെ ചുടുവിൽ ഇവിടെ അവൾക്കുള്ള ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അവളെ പരിപാടി എടുക്കാൻ പറ്റുമോ പ്ലാൻ അല്ലാതെ പിടിപ്പിക്കുന്നത്. ഇന്നൊരു എൻഗേജ്മെന്റ് ആണ്. ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോഴേ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിണ്ടാവില്ലേ എന്താണ് ആ വിശേഷം എന്ന്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ 2 വീഡിയോ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു സന്തോഷ വിശേഷം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാരിൽ കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞുമോളുടെ കല്യാണം അല്ലേ സന്തോഷം. അപ്പുറത്തെ വീട്ടിൽ കോഴി ഉണ്ട് കേട്ടോ, നല്ലതാണ് വെച്ചിട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പം കുഞ്ഞുമോളുടെ കല്യാണം അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര്. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കുഞ്ഞുമോളുടെ കല്യാണമാണ്. ഞാൻ പറയാൻ വിചാരിച്ച ആ ഒരു വിശേഷമായിട്ടോ. അറിയാത്ത പുതിയ സബ്സ്ക്രൈബർ കൂട്ടുകാർ കാണുമ്പോൾ ചോദിക്കലുണ്ട്, ഞാൻ പറയുമ്പോഴേ ആരാണ് കുഞ്ഞുമോൾ എന്ന്. അപ്പോൾ ഇക്കാനെ പെട്ടെന്ന് അധികം അറിയാത്ത ആൾക്കാരല്ലോ, പുതിയ ആൾക്കാർക്ക്. അവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇക്കാക്ക് 3 അനിയന്മാരുണ്ട് കേട്ടോ. 3 അനിയന്മാരും 1 അനിയത്തിയേ ഉള്ളൂ. അനിയന്മാരുടെയൊക്കെ കല്യാണം കഴിച്ചതാണ്. ഇതാണ് എൻ്റെ 4 ഇളയിച്ചികൾ. അതുപോലെ ഇതാണ് നാത്തൂൻ, ഇതാണ് ഉമ്മയുണ്ട് ഉപ്പയുണ്ട്. അതാണ് ഇക്കാൻ്റെ വീട്ടിലുള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട് അവിടെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഇപ്പോൾ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. ഈ വീട്ടിലത്തെ അവസാനത്തെ കല്യാണമാണ് കുഞ്ഞുമോളത്. ലാസ്റ്റത്തെ ആളുടെ കല്യാണമാണ്. നല്ലോണം വളർന്നിട്ട് ഒഴിച്ചാൽ പോലെ പുളിവെള്ളം. മീൻകറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സ് ഞാൻ ഒരു 1-2 വർഷമായി ഉണ്ടാവും കേട്ടോ. സ്റ്റുഡിയോന്ന് അന്ന് എടുത്ത് ഇപ്പോഴും ഈ ഡ്രസ്സ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഇതേ കളറാക്കണം. ഒട്ടും കളർ പോയിട്ടില്ല. സ്റ്റുഡിയോന്ന് എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഇന്നലെ അവിടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തത്. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോഴും അതിൻ്റെ ഫ്രഷ്നെസ് പോയിട്ടില്ല. അങ്ങനെ അപ്പോൾ എന്തായാലും കല്യാണം ആയിട്ടില്ല, എൻഗേജ്മെൻ്റ് ആണ്. കല്യാണം ഇൻഷാല്ലാ നെക്സ്റ്റ് ഇയറൊക്കെയാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി എൻഗേജ്മെൻറ്റ് ഈ ഒരു മാസം സെപ്റ്റംബർ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മളൊക്കെയും അനിയന്മാരൊക്കെ വരുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് കഴിഞ്ഞ് വരുന്ന വീഡിയോയിൽ പറയേണ്ടതൊന്നും ഫിക്സ് ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമുക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ കൊടുക്കലാണല്ലോ, വലിയൊരു പണിയാണല്ലോ. ചിലപ്പോൾ റെഡിമെയ്ഡ് കിട്ടിയിട്ടില്ലെങ്കിലോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ കഴിഞ്ഞ ശനി ഞായറും മങ്കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. എനിക്കും ഡ്രസ്സ് എടുത്തിട്ടില്ല. ഞങ്ങളിങ്ങനെ കളർ കോഡൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്ത് ഡ്രസ്സാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്, എന്താ കളർ കോഡ് കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മങ്കടയിൽ പോയപ്പോൾ ഞങ്ങൾ കുഞ്ഞുമോൾക്കുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അതുപോലെ കുഞ്ഞുമോൾ ചെക്കന് എവിടുന്നാണ് എന്താണ് ആ കാര്യങ്ങളെല്ലാം ഞാൻ വരുന്ന വീഡിയോകളിലൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടോളൂ. അപ്പോഴേ ഞങ്ങളിപ്പോ ലേഡീസ് പ്ലാന്റ് ഉള്ളത് കേട്ടോ. ഞാനിപ്പോ സസ്പെൻസ് ആക്കിയിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് സന്തോഷ വർത്തമാനം പറയാനുണ്ടെന്ന്. അതിന് ഫുള്ള് കമന്റ്സ് കുഞ്ഞുമോളെ കല്യാണല്ലേ കുഞ്ഞുമോളെ കല്യാണം, ഒരുപാട് കമന്റ്സ് ഉണ്ട്. അപ്പോഴേ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതാണ് കുഞ്ഞുമോളുടെ കല്യാണമാണ് തമ്മിൽ. അപ്പൊ ഇന്നലെ എൻഗേജ്മെന്റ് ആണ് കേട്ടോ. ഈ സെപ്റ്റംബർ 1-ാം തീയതി ഇൻഷാല്ലാ ആണ് കുഞ്ഞുമോളുടെ ഞങ്ങൾ കാത്തിരുന്നൊരു എൻഗേജ്മെന്റ് ആണ്. ഡ്രസ് ഡിസൈൻ ചെയ്യാൻ കുറച്ച് പട്ടാളം കൊണ്ടാ വന്നത്. എന്ത് ഡിസൈൻ ചെയ്യാൻ അതിന്റെ പട്ടാളൊക്കെ ഞങ്ങൾ കൂടിയിടാറുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ എൻഗേജ്മെന്റ് ഡ്രസ്സ് എടുത്ത് തരത്തില്ല. അപ്പൊ ചെക്കിന്റെ കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇൻഷാല്ലാ അടുത്ത വീഡിയോസിലൊക്കെ പറയാം. ഇപ്പൊ ഞങ്ങൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ്. ശരി, അപ്പൊ ഞങ്ങൾ പെരുന്തൽമണ്ണ ലേഡീസ് പ്ലാന്റ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാന്ന് വിചാരിച്ചില്ല. അതൊക്കെയല്ല നിന്റെ എൻഗേജ്മെന്റ് ഡ്രസ് നോക്കുന്ന ഞങ്ങൾ ചുടുവിൽ ഇവിടെ അവൾക്കുള്ള ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമോൾ ഇവിടെ ഭയങ്കര സർച്ചിങ്ങിലാണ്. ഗോൾഡൻ ആൻറ്റിക്കിൻ്റെ ഒന്നും കൂടി എൻഗേജ്മെന്റ് ഒക്കെ കഴിച്ചാലോന്നാണ് ഒന്നിങ്ങോട്ട് എടുക്കും. ഒരു സംഘം കുട്ടികളുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. എല്ലാവരും ഇവിടെ ഇരുന്നു. കുറച്ചേരൊക്കെ ഒക്കെ അടങ്ങിയിരിക്കുന്നു. ഇപ്പം ഒന്ന് അടങ്ങിയിരിക്കുന്നു. ഇവിടെ വേറെ എന്തോ അടിപൊളി ഡ്രസ്സാണ്. ഈ ഷോളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നത് അല്ലേ? ആ
അതുപോലെ ആയില്ലെന്ന് ഞാൻ അറിഞ്ഞു. കുഞ്ഞുമോളുടെ പേര് മെഹർബാൻ എന്നാണ് കേട്ടോ, ഞാൻ കുഞ്ചൂസ് എന്നാണ് വിളിക്കാറ്. അപ്പോൾ എന്തായാലും ആദ്യം കുഞ്ചൂസിനുള്ള ഡ്രസ്സ് എടുത്തിട്ട് വേണം ഞങ്ങൾക്കുള്ള ഡ്രസ്സ് കൂടി എടുക്കാൻ. അതായത് ഒരു കളർ ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടില്ല. ഞങ്ങൾ റെഡിമെയ്ഡ്സിൽ നോക്കുമ്പോഴേ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച കളർ ആവില്ല, വേറെ കളറിലുള്ള ഡിസൈൻ ആവും നമുക്ക് ഇഷ്ടപ്പെടുക. അപ്പോൾ ഇങ്ങനെ അവളുടെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ സെറ്റ് ആക്കാനാണ് വിചാരിച്ചത്. അപ്പം നമുക്ക് ഇവിടുന്ന് എടുത്താൽ പിന്നെ എന്താ വെച്ചാൽ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാനും കുറച്ച് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ലേഡീസ് ബ്രാൻഡിൽ വന്നു കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുക്കാനുണ്ട് കേട്ടോ. അതായത് പറഞ്ഞില്ലേ, ഇക്കയും അനിയന്മാരും ഒക്കെ ചിലപ്പോൾ വരുന്നുണ്ടാവും. ഇൻഷാ അല്ലാഹ് എല്ലാവരും വരണേ എന്നാണ് പ്രാർത്ഥിക്കണേ. അപ്പം അവർക്കൊക്കെ ഉള്ള ഡ്രസ്സുകളും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ആദ്യമായിട്ട് എന്തായാലും ഇവളുടെ ഡ്രസ്സ് അങ്ങോട്ട് ഡിസൈൻ ചെയ്യാൻ കൊടുക്കട്ടെ എന്നാണ് വിചാരിച്ചത്. ഇതൊക്കെ അവളെ പരിപാടിക്ക് എടുക്കാനുണ്ടോ പ്ലാനുണ്ടോ അല്ലാതെ പിടിപ്പിക്കണ്ടേ. ശരി, നമ്മൾ ഷോള് സെപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഇങ്ങനത്തെ സാരി ഗൗണില് സ്റ്റൈൽ ചെയ്യണോ? കുറെ കണ്ടില്ലേ അടിപൊളിയുണ്ട് കേട്ടോ. ഇതിപ്പോ ചിലപ്പോ കുഞ്ഞുങ്ങളോട് ഉദ്ദേശിച്ചിട്ട് ഞാൻ വന്ന് എടുത്തോണ്ടൊക്കെ വരും. അതുപോലെ ചോട്ടകൾക്കുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യണം. ഇപ്പം നമ്മുടെ വീട്ടിലൊരു 4 ആൺകുട്ടികളുണ്ട്, 3 പെൺകുട്ടികളുണ്ട്. അപ്പം അവർക്കൊക്കെ ഉള്ള കുഞ്ഞു ഡിസൈനുകളൊക്കെ ചെയ്യണം. അങ്ങനെയായിട്ട് ഒരുപാട് പണി കിടക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ സ്കൂളുള്ളതുകൊണ്ട് എൻ്റെ വീട്ടിലല്ലേ, ഞാൻ എല്ലാ ശനി ഞായറും അവിടെ പോയി വരുന്നുണ്ട്. ഈ ശനി ഞായറും പോകാൻ പറ്റില്ല, എനിക്ക് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പം ഇനി ഇതും കൂടി കഴിഞ്ഞിട്ട് ഒരു വീക്ക് അവിടെ തന്നെ പോയി നിൽക്കണം എന്നാണ് വിചാരിക്കുന്നത്. എന്നാലാണ് എല്ലാ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. കുറേ ഡ്രസ്സുകൾ ഞങ്ങളിങ്ങനെ സ്റ്റൈൽ ചെയ്ത് നോക്കിയിട്ടോ. ഓരോന്ന് കാണുമ്പോഴും കുഞ്ഞുമോൾ പറഞ്ഞോളൂ അവിടുത്തെ ഒരു ലൈറ്റിൽ കാണുമ്പം കുറച്ചും കൂടി അട്രാക്ഷൻ കൂടുതലാണ്. അപ്പം ഇത് ഫിക്സ് ചെയ്യണമെന്ന് അറിയാതെ ഇതിൽ ഒരുപാടെണ്ണം ഞങ്ങൾ സ്റ്റൈൽ നോക്കി. പിന്നെ ഞാനിട്ട് ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, എനിക്ക് നെജിത്ത് ഡിസൈൻ ചെയ്ത് തന്നാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനൊരു ബ്ലൂ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, പരാഗിന്ന് മെറ്റീരിയൽസ് എടുത്തിട്ട് ഞാൻ ഡിസൈൻ ചെയ്യാൻ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞില്ല ഇത്താടെ അടുത്ത്. കോട്ടം കൂടി കല്യാണം, ഒന്നും കൂടി കല്യാണം ഡ്രസ്സുകൾ കാണുമ്പോഴാണ് ആകെ തോന്നുന്നല്ലേ. അടിപൊളി അടിപൊളി കല്യാണത്തിന് തലേന്ന് അങ്ങനെ ചിലര് ഗൗൺ ഇടുമല്ലോ കല്യാണത്തിന്. അതിന്റെ വർക്ക് അതിന്റെ നല്ല ഭംഗിയായിട്ടുള്ള ഇത് പൈസ ഇല്ല, വെറുതെ ക്യാമറമാനക്ക് എന്തൊരു ഇളക്കുണ്ട് കേട്ടോ. എടുത്തുകൊണ്ടേ ക്യാമറമാൻ എന്തൊരു ഇളക്കത്തില്ല. എന്റെ കല്യാണത്തിന് നമ്മൾ കൊടുത്തന്നെ പെണ്ണിനെ കൊടുത്ത് എടുത്താൽ മതിയോ? വേണ്ട, ഒളിച്ചോടൊക്കെ ഇരുന്ന് സമയം ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാടെണ്ണം സ്റ്റൈൽ ചെയ്ത് നോക്കി. ഏകദേശം ഒന്ന് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സർപ്രൈസ് ആണ്, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കുറച്ച് വർക്ക് ഉണ്ട് അതിൽ ഇനിയും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ചീത്തറിനൊക്കെ വീഡിയോ കിട്ടിയിട്ടോ. ഇതെന്താ കാത്തിരുന്നിരുന്ന് ഉറങ്ങിയോ? ക്യാമറമാൻ ക്ഷീണിച്ചിട്ടോ. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ഫിക്സ് ചെയ്തിട്ട് അതിൽ പിന്നെയും കുറച്ച് ഓൾട്ടർനേഷൻ ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം ഇനി ഒരു 10 days കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡ്രസ്സ് കിട്ടുക കേട്ടോ. അപ്പോൾ ഡ്രസ്സ് ഏതാ എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വരുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്, കാരണം ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ടല്ലോ. അതായത് ഇപ്പം അവളുടെ ഡ്രസ്സ് കഴിഞ്ഞ് ഞങ്ങളുടെ ഡ്രസ്സ്, കുട്ടികളുടെ ഡ്രസ്സ്, ഓഡിറ്റോറിയം, ഫുഡ്, കാറ്ററിങ്, പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, മെഹന്തി ആർട്ടിസ്റ്റ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് അതെല്ലാം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്ത് വരട്ടെ. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം
ഡ്രസ്സ് എടുക്കാൻ പോയ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പം ഞങ്ങൾ എന്തായാലും ഒരു ഡ്രസ്സ് അവിടുന്ന് എടുത്തു. അതിനകത്ത് കുറച്ചും കൂടി വർക്ക് ചെയ്യാനൊക്കെ ഉണ്ട്, കസ്റ്റമൈസ് ചെയ്യാനുണ്ട് ഒന്നും കൂടി. അപ്പം ലേഡീസ് ബ്രാൻഡിൽ അപ്പോൾ അവരെന്നെ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ ഡിസൈൻ ചെയ്ത് തരും. അപ്പോൾ നമ്മൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതാ ഡ്രസ്സ് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഒക്കെ ഒന്ന് ഫിക്സ് ആയിട്ടെല്ലാം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, കുഞ്ഞുമോളുടെ ഡ്രസ്സും ഒക്കെ. പിന്നെ അതിൻ്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞത്, ഞാൻ അഗാരോന്റെ ഈ ഒരു പാത്രങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. ഇതാ ഈ 4 പീസുള്ള ഈ സെറ്റ് ഞാൻ ഈ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് കൂട്ടുകാരെ വാങ്ങിച്ചിട്ട് നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഒരു കുക്ക് വെയറിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴേ നല്ല ചൂടിൽ വെക്കരുത് കേട്ടോ. തീ ഭയങ്കര കൂട്ടിയിട്ടൊന്നും വെക്കരുത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു കളറൊക്കെ ഒന്ന് ഫെയ്ഡ് ആവും കേട്ടോ. അപ്പോൾ ഒരു ചെറിയ തീയിലാണ് വെക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ പാത്രങ്ങളൊക്കെ ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അന്ന് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പാത്രങ്ങളുടെ. പിന്നെ ഇതുപോലെ 3 പീസസ് വരുന്ന കോംബോയും ഉണ്ട് കേട്ടോ ഈ ഒരു യൂട്ടൻസിൽസിൽ. ഇത് കാസ്റ്റ് അലുമിനിയം കൊണ്ടാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഒരു ഗ്രാനൈറ്റ് ഫിനിഷാണ് ഇതിന്. അതുപോലെ ഇതുപോലെ ഗ്ലാസ് ലിഡ്സും ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു 4 പാത്രങ്ങൾ ഉണ്ടെങ്കിൽ കിച്ചണിൽ കുക്ക് ചെയ്യാൻ വേറെ പാത്രങ്ങളുടെ ആവശ്യമില്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങളാണ്. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തും ക്ലീൻ ചെയ്യുന്ന സമയത്തും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ചൂടുള്ള തീയിൽ വെച്ചിട്ട് അതുപോലെ ഡ്രൈ ഹീറ്റ് ചെയ്യാതിരിക്കുക. നല്ല ലോ ഫ്ലെയിമിലൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ പാത്രത്തിൻ്റെ കളറൊന്നും നഷ്ടപ്പെടാതിരിക്കും. അതുപോലെ തന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല തുണി കൊണ്ടോ സ്പോഞ്ച് കൊണ്ടൊക്കെ വാഷ് ചെയ്യുക. ഇങ്ങനെ സ്ക്രബ്ബർ എന്നിട്ട് ഉരക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത ഈ പാത്രങ്ങൾ ഒരുപാട് കാലം നീണ്ടു നിൽക്കും കേട്ടോ. ഞാൻ ഇന്നലെ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ലിങ്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഫിഷ് കറിയും ഫിഷ് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടോ. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോഴേ നമ്മളുടെ ഡ്രസ്സ് എടുക്കാൻ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പം എന്താണ് ഡ്രസ്സ് എടുത്തത് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. വരുന്ന വീഡിയോയിലൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൺലൈനിൽ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻഗേജ്മെൻറ്റിനൊക്കെ ഉള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതുപോലെ എന്താ പറയുക, ഇക്കാൻ്റെ ആണെങ്കിലും ലീവിനൊക്കെ കൊടുത്തിട്ടുണ്ട്, അറിയില്ല അതൊക്കെ. അപ്പോൾ അനിയന്മാരും ഒക്കെ എല്ലാവരും ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. അപ്പം എല്ലാവരും ഉണ്ടാവും ഇല്ല ഒക്കെ അറിയാം. ഓക്കെ, അപ്പം എന്തെല്ലാം വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നല്ല അടിപൊളി വിശേഷങ്ങളായിട്ട് വരാം. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമ്മളെ എൻഗേജ്മെൻറ്റ് പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ അതുവരെ അസ്സലാമു അലൈക്കും.